പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവും നാഥനും രക്ഷിതാവുമായ യേശു മിശിഹായുടെ നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഹെബ്രായ ലേഖനം 10-ാം അധ്യായം അതിൽ 7-ാമത്തെ തിരുലിഖിതം. അപ്പോൾ ഞാൻ പറഞ്ഞു, പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ ദൈവമേ, അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ 3-ാമത്തെ തിരുലിഖിതം. യൂദയ ജെറൂസലം നിവാസികളെ, നിങ്ങളുടെ തരിശുഭൂമി ഉഴുതുമറിക്കുവിൻ. മുള്ളുകൾക്കിടയിൽ വിത്ത് വിതയ്ക്കരുത്. ഹൃദയമാകുന്ന വയല് ദൈവമായ കർത്താവിൻ്റെ നിത്യജീവന്റെ വചനങ്ങൾ വീണ് 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം പുറപ്പെടുവിക്കാൻ തക്കവണ്ണം ഹൃദയമാകുന്ന വയല് പാകപ്പെടട്ടെ. ഒരുക്കപ്പെട്ട വയലിൽ വിത്ത് വിതയ്ക്കപ്പെടട്ടെ. ആഗ്രഹിക്കാം. കണ്ണുകൾ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ജീവിത വ്യഗ്രതയിടയിൽ ഒരുപാട് പാപത്തിൻ്റെ വഴിയിലൊക്കെ നടന്നിട്ട് ഇതാ ഈ നിമിഷം അങ്ങയുടെ തിരുസന്നിധിയിൽ വചനത്തിനായി എത്തിച്ചേർന്നിരിക്കുകയാണ്. വചനം കേൾക്കാൻ പറ്റാത്തവണ്ണം വ്യഗ്രതയുണ്ട്, പല വിചാരഭേടയുണ്ട്, ഏകാഗ്രത കിട്ടുന്നില്ല, വിശ്വാസം നഷ്ടപ്പെട്ടു പോയി, ദൈവിക വിശുദ്ധിയെല്ലാം മങ്ങിപ്പോയി, ഒരുപാട് വെറുപ്പ്, ഒരുപാട് ലോകമോഹങ്ങൾ, ഒരുപാട് തിന്മ, അശുദ്ധി, പാപം ഇതെല്ലാം എൻ്റെ ഹൃദയത്തെ ഗ്രസിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഓ ദൈവമേ, വചനം വേരുപാകാൻ തക്കവണ്ണം ഇപ്പോൾ എൻ്റെ ഹൃദയത്തെ അവിടുന്ന് സ്പർശിച്ച് വിശുദ്ധീകരിക്കണമേ, അനുതാപം കൊണ്ട് നിറയ്ക്കണമേ. പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ ദൈവമേ, നേരായൊരു നൽ മാനസവും തീർത്തരുകന്നിൽ നാഥാ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ കർത്താവേ നിർമ്മി
നാഥ. ഇടപെടണമേ കർത്താവേ. നേരായൊരു നൽ മാനസവും തീർത്തരുൾകന്നിൽ നാഥ. എൻ്റെ ദൈവമേ, കഴിഞ്ഞകാല ജീവിതത്തിൽ പലപ്പോഴായി പാപം ചെയ്തിട്ടുണ്ട്. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കി. ഇന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല. ഇന്ന് എനിക്ക് വചനം കേൾക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ദൈവിക കാര്യങ്ങളോട് പുച്ഛവും പരിഹാസവുമാണ്. എൻ്റെ ഹൃദയം തുറക്കാൻ പറ്റുന്നില്ല. എൻ്റെ ദൈവമേ, ഞാൻ പാപത്താൽ മലിനമായി ദൈവിക പ്രേരണകൾ ലഭിക്കാത്തൊരവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസന്നിധി തന്നിൽ നിന്നും തള്ളി കളയരുതെന്നേ നീ. അപ്പ പരിപാവനനെ എന്നിൽ നിന്നും തിരികെയെടുക്കരുതെന്ന് തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളി കളയരുതെന്നേ നീ. പരിപാവനനെ എന്നിൽ നിന്നും തിരികെയെടുക്കരുതെന്ന് പരനേ. എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ബലമായൊരു ഹൃദയമെന്നിൽ എന്റെ ഹൃദയത്തെ സ്പർശിക്കണമേ. ചരുളുക നാഥ. നേരായൊരു നൽ മാനസവും തീർത്തരുൾകന്നിൽ നാഥ. തീർത്തരുൾകന്നിൽ നാഥ. എല്ലാ ദൈവമക്കളും കരങ്ങൾ അല്പം ഒന്ന് ഉയർത്തി ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്ക് ദൈവശക്തി പ്രവഹിക്കാൻ ആഗ്രഹിച്ച് സ്തുതിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഓ കർത്താവേ, ഈ കൂട്ടായ്മയോട് ചേർന്ന് ഇപ്പോൾ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും അങ്ങയുടെ ആത്മാവിൻ്റെ അഭിഷേകം പ്രവഹിക്കട്ടെ കർത്താവേ. വചനം കേൾക്കാൻ, വചനം സ്വീകരിക്കാൻ, വചനം കേട്ട് ജീവിതത്തെ വ്യത്യാസപ്പെടുത്താൻ തക്കവണ്ണം ഓ ദൈവമേ, ഓ ദൈവമേ, ഓരോ ഹൃദയങ്ങളെയും ആത്മാവിനെ അയച്ച് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരിമ്പാറ പോലുള്ള ഹൃദയങ്ങളെ മാംസളമാക്കണമേ കർത്താവേ. കല്ലിച്ചു പോയ ഹൃദയങ്ങളെ തൊട്ട് സുഖപ്പെടുത്തണമേ കർത്താവേ. അങ്ങയുടെ അത്ഭുത ശക്തി കുടുംബങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക് ഇപ്പോൾ പ്രവഹിച്ചുകൊണ്ടിരിക്കട്ടെ. ഹാലലുയ്യ, 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 ഹാലലുയ്യ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹാലേലുയ്യ. ഹെബ്രായ ലേഖനം 10-ാം അധ്യായം അതിൽ 5 മുതൽ 7 വരെയുള്ള തിരുലിഖിതങ്ങൾ. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. അവൻ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇങ്ങനെ അരുളി ചെയ്തു. ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല. ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല. എന്നാൽ അവിടുന്ന് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു. ദഹന ബലികളിലും പാപപരിഹാര ബലികളിലും അവിടുന്ന് സംപ്രീതനായില്ല. അപ്പോൾ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു, ദൈവമേ, അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. ദൈവമേ, അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. ദഹനബലികളിലും പാപപരിഹാര ബലികളിലും സംപ്രീതനാകാത്ത ദൈവത്തിൻ്റെ മുമ്പിൽ അവിടുത്തേക്ക് ഏറ്റവും പ്രീതികരമായ ഒരു ബലി അർപ്പിക്കുന്നതിനെക്കുറിച്ച് ദൈവജ്ഞാനം കൊണ്ട് നിറഞ്ഞ ദൈവത്തിൻ്റെ വചനങ്ങളിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതാ അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഞാൻ വന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദൈവ പൈതൽ അറിയേണ്ട മർമ്മപ്രധാനമായ ഒരു ദൈവിക ദൂതാണിത്. ഇന്ന് അനേകം വ്യക്തികളുടെ ഹൃദയത്തിൽ
ആത്മീയ അഭിവൃദ്ധി തടസ്സപ്പെട്ട് കിടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം തന്നിഷ്ടം പോലെ നടക്കാൻ ഉദ്യമിക്കുന്നു എന്നുള്ളതാണ്. തന്നിഷ്ടപ്രകാരമുള്ള ജീവിതം, സ്വന്തം ഇഷ്ടം എന്താണോ, സ്വന്തം ഇച്ഛ എന്താണോ അതനുസരിച്ച് നടക്കാനുള്ള ഒരു പ്രവണത. നിയമാവർത്തന പുസ്തകത്തിൽ 28-ാം അധ്യായത്തിൽ 18 മുതൽ തിരുലിഖിതങ്ങളിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: വരണ്ടതും കുതിർന്നതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് നടന്നാലും എൻ്റെ ദൈവം എന്ന് പറഞ്ഞ് തന്നെ അനുഗ്രഹിക്കുന്നവൻ വിഷഫലം കായ്ക്കുന്ന കയ്പ് വൃക്ഷത്തിൻ്റെ വിഷവേരാണ് എന്ന് പറഞ്ഞാൽ, എൻ്റെ ഇഷ്ടം തന്നെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് ചിന്തിക്കുക. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടന്നാൽ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കലും അരുത്. അത് ദൈവവചന വിപരീതമായ ഒരു നടപ്പാണ്. എന്താണ് ദൈവം ഒരു ദൈവ പൈതലിൽ നിന്നും ആഗ്രഹിക്കുന്നത്? അതാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായി 6:33. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ചേർത്ത് തരപ്പെടും. മത്തായി 6:33. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വർഗത്തിൻ്റെ എല്ലാ സമ്പന്നതയും ഒരു വ്യക്തിക്ക് ലഭിക്കാൻ വേണ്ടി സ്വർഗം വെളിപ്പെടുത്തിയിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു വഴിയാണ് ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും അന്വേഷിക്കുക. ആദ്യം അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ള എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ നമ്മുടെ സ്വഭാവം എന്താ? നമ്മുടെ സ്വഭാവം ദൈവരാജ്യത്തിൻ്റെ നിയമത്തിന് കടകവിരുദ്ധമായ സ്വഭാവമാണ്. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ എന്ന് പറയുന്നത് എന്താണ്? ദൈവമേ, ഈ കാര്യം നടപ്പാക്കി തന്നാൽ ഞാൻ പിന്നെ അന്ന് തൊട്ട് അങ്ങയെ സ്നേഹിച്ചുകൊള്ളാം. എൻ്റെ ഈ രോഗം ഒന്ന് മാറ്റി തന്നാൽ അന്ന് തൊട്ട് ഞാൻ അങ്ങയുടെ ദാസനായിരുന്നു. എനിക്ക് ഈ ജോലി ഒന്ന് വാങ്ങി തന്നാൽ അന്ന് തൊട്ട് ഞാൻ പിന്നെ അങ്ങയുടെ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലിക്കൊള്ളാം. എൻ്റെ പരീക്ഷ ഒന്ന് ജയിപ്പിച്ചാൽ പിന്നെ എൻ്റെ ജീവിതം ഞാൻ അങ്ങേക്ക് സമർപ്പിച്ചേക്കാം. ഇങ്ങനെ തൻ്റെ തന്നെ ഇഷ്ടമൊന്ന് നടപ്പാക്കി കിട്ടിയാൽ പിന്നെ ദൈവത്തിന് ദാസനായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പലരും പ്രാർത്ഥിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ എഴുതപ്പെട്ട കൽപ്പന പ്രകാരം ആത്മീയ അഭിവൃദ്ധിക്ക് ഉതകണമെന്നില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 33-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ചേർത്ത് നൽകപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്നപ്പോൾ ഒരു ദൈവ പൈതൽ ആ ദൈവ പൈതലിൻ്റെ വേദന പങ്കുവച്ചത് ഞാൻ ഓർമ്മിക്കുകയാണ്. ആ ദൈവ പൈതൽ പറഞ്ഞു: ദൈവമേ, എനിക്ക് എൻ്റെ ഓസ്ട്രേലിയക്കുള്ള ആ വിസ ഒന്ന് ശരിയാക്കി കിട്ടണം. ഞാൻ 1 വർഷം മുമ്പ് കൊടുത്തതാണ്. പേപ്പേഴ്സ് എല്ലാ കാര്യങ്ങളും അവർ ഡിമാൻഡ് ചെയ്ത മുഴുവൻ പേപ്പേഴ്സും സമർപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വരെ ഒരു അനക്കം ഉണ്ടായി, കുറേ നാളായിട്ട് ഒരു അനക്കം ഉണ്ടായില്ല. അവസാനം വീണ്ടും അവരുടെ അടുത്ത് ഒന്നും കൂടെ സമീപിച്ചു. അപ്പോൾ അവർ വീണ്ടും കുറച്ച് കാര്യങ്ങൾ സമർപ്പിക്കാമെന്ന് പറഞ്ഞു. വീണ്ടും സമർപ്പിച്ചു, പക്ഷേ ഇന്ന് വരെ ഒരു അനക്കം ഉണ്ടായില്ല. അതുകൊണ്ട് എൻ്റെ ഓസ്ട്രേലിയക്കുള്ള വിസ ഒന്ന് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ആ ദൈവമക്കളോട് പറഞ്ഞു: നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ആ ചേട്ടൻ അത് കേട്ടെങ്കിലും ആ ചേട്ടന് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. എന്തായാലും ധ്യാനത്തിലേക്ക് പോയിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ധ്യാനത്തിൻ്റെ ആ ദിവസം കഴിഞ്ഞു, 2-ാം ദിവസം കഴിഞ്ഞു. പാപത്തിനെ കുറിച്ചുള്ള ക്ലാസ് എല്ലാം കേട്ടു. കുമ്പസാരം കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പാപപങ്കിലമായ ജീവിതത്തെക്കുറിച്ച് കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് ഉപേക്ഷിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ മനസ്സിനോട് തൻ്റെ ഹൃദയം ചേർന്നു. ദൈവത്തിൻ്റെ മനസ്സും തൻ്റെ മനസ്സിനും ഒരേപോലെ ചിന്തിക്കാൻ സാധിക്കുന്ന വിധം ഒരു പൂർണ്ണ കുമ്പസാരം അദ്ദേഹം ചെയ്തു. കുമ്പസാരം കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു: ഇനി എൻ്റെ പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ആത്മാവിൻ്റെ നിത്യരക്ഷയാണ്. ഇനി എനിക്ക് സ്വർഗത്തിൽ പോകണം, എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കണം. അതിനുവേണ്ടി അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം.
പ്രിയപ്പെട്ട ദൈവമക്കളെ, ധ്യാനം 5 ദിവസത്തെ ധ്യാനമാണ്. ധ്യാനം തീരാൻ നിന്നില്ല. 4-ാം ദിവസം വ്യാഴാഴ്ച ഏതാണ്ട് ഒരു 11 മണിയോടുകൂടെ അദ്ദേഹം വന്ന് പറയും, അച്ഛാ വീട്ടിൽ നിന്നൊരു ഫോൺ വന്നിരുന്നു, എംബസിയിൽ നിന്ന് വിളിച്ചിരുന്നു, ബാക്കി 1-2 കാര്യങ്ങളും ചെയ്യണം, പെട്ടെന്ന് ചെല്ലണം, വിസ ഏതാണ്ട് റെഡിയായി എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം വ്യാഴാഴ്ച വരികയും അദ്ദേഹത്തിൻ്റെ മക്കളെ വ്യാഴാഴ്ച തന്നെ ധ്യാനതന്ത്രത്തിൽ നിന്ന് ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി എംബസിയിലേക്ക് വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ഞാൻ അനുസ്മരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവമായ കർത്താവിൻ്റെ രാജ്യം അന്വേഷിക്കുക. ദൈവമായ കർത്താവിൻ്റെ രാജ്യം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുക എന്നുള്ളതാണ്. ആദ്യം ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കണം. അപ്പോൾ അതിനോട് ചേർത്ത് മറ്റുള്ള എല്ലാ നന്മകളും നൽകപ്പെടും എന്ന് വാഗ്ദത്തമുണ്ട്. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായം 29-ാം വാക്യത്തിൽ യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ ചെയ്ത കാര്യത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ 8:29, അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, എന്നെ അയച്ചവൻ എപ്പോഴും എന്നോട് കൂടെയുണ്ട്, കാരണം ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തു എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നൊരു കാര്യം പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഞാൻ അവിടുത്തെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ പിതാവ് എപ്പോഴും എന്നോട് കൂടെയുണ്ട്. അതാണ് ദൈവരാജ്യത്തിൻ്റെ അനുഭവം. ദൈവത്തിൻ്റെ ഇഷ്ടം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ദൈവം എപ്പോഴും ആ വ്യക്തിയുടെ കൂടെയുണ്ട്. ആ സഹവാസമാണ് ദൈവരാജ്യ അനുഭവത്തിൻ്റെ വളർച്ചയിലേക്ക് നയിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാൻ 8:29 പഠിപ്പിക്കുകയാണ്, എന്നെ അയച്ചവൻ എപ്പോഴും എൻ്റെ കൂടെയുണ്ട്, കാരണം ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ 31-ാമത്തെ തിരുലിഖിതം യോഹന്നാൻ 9:31, ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. യോഹന്നാൻ 9:31, ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വലിയൊരു രഹസ്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം തിരുലിഖിതം ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു ദൈവമക്കളെ പഠിപ്പിക്കുകയാണ്, കർത്താവേ കർത്താവേ എന്ന് എപ്പോഴും എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. കർത്താവേ കർത്താവേ എന്ന് എപ്പോഴും എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗത്തിൽ വിലയുള്ളത്. പിതാവിൻ്റെ സന്നിധി വിലയുള്ളത്, അവൻ്റെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്, അവൻ്റെ വാക്കുകൾക്ക് വിലയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പോലും വിലയുണ്ടാകണമെങ്കിൽ പിതാവിൻ്റെ ഇഷ്ടം അന്വേഷിക്കുന്നവനും പിതാവിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നവനുമാകണം. ദൈവരാജ്യം എന്നാൽ നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. റോമ 14:17 വായിക്കുന്നു, ദൈവരാജ്യം എന്നാൽ തീനും കുടിയുമല്ല, ദൈവരാജ്യം എന്നാൽ ലോകത്തിൻ്റെ കുറേ നേട്ടങ്ങളല്ല, ദൈവരാജ്യം എന്നാൽ ജോലിയും കാറും കമ്പ്യൂട്ടറുമാണെന്ന് വിചാരിക്കരുത്. ദൈവരാജ്യം എന്നാൽ ആ ഭക്ഷണമോ പാനീയമോ അല്ല, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം എത്രേ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കുമ്പോൾ ദൈവവുമായുള്ള കൂട്ടുകെട്ടിലുണ്ടാകുന്ന വലിയ ആത്മീയ നിർവൃതി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി ജീവിച്ച വ്യക്തിയാണ് ദൈവപുത്രനായ യേശു. എന്നിട്ട് ദൈവപുത്രനായ യേശു നമ്മളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ അർപ്പിക്കാവുന്ന ബലികൾ ശ്രേഷ്ഠമായൊരു ബലിയാണ് അവിടുത്തെ ഇഷ്ടം നിർവഹിക്കുക എന്നുള്ളത്. ഈ നിമിഷങ്ങളിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ഇഷ്ടം പോലെ തന്നിഷ്ടക്കാരനായി എന്നെ വിട്ടയക്കരുത്. എൻ്റെ അപ്പ, എൻ്റെ പിതാവേ, അവിടുത്തെ ഇഷ്ടമനുസരിച്ച് അവിടുത്തെ ഹിതമനുസരിച്ച് എന്നെ നടത്തണം. അതാണ് എൻ്റെ പ്രാർത്ഥന. എൻ്റെ ഇഷ്ടം അങ്ങയുടെ ഇഷ്ടത്തിന് കീഴ്പ്പെടുത്തി ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ ഇഷ്ടം പോലെയല്ല, അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് എന്നെ നടത്തണം. ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ, എൻ്റെ ഹിതം പോലെ നടത്തരുതേ, തിരുഹിതം പോലെ നയിക്കണമേ.
എല്ലാവരും പ്രാർത്ഥിക്കുന്നു. എന്റെ ഹിതം പോലെ നടത്തരുതേ, തിരുഹിതം പോലെ നയിക്കണമേ. എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. എന്റെ ഹിതം പോലെ നടത്തരുതേ, തിരുഹിതം പോലെ നയിക്കണമേ. ജീവിത പാതയിൽ പതറിടാതെ സ്വർഗഭവനത്തിലെത്തുവോളവും അപ്പാ അനുഗ്രഹിക്കണമേ. ജീവിത പാതയിൽ പതറിടാതെ സ്വർഗഭവനത്തിലെത്തുവോളവും ആപത്തുവേളകളിൽ എന്റെ ദൈവമേ, ആനന്ദവേളകളിൽ അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യത്തിൽ അകലാത്ത അങ്ങയുടെ ഇഷ്ടം അന്വേഷിക്കാൻ എന്നെ അനുഗ്രഹിക്കണം. അങ്ങയുടെ പാദം കുമ്പിടുന്നു. എന്റെ ഇഷ്ടമല്ല, ലോകത്തിന്റെ ഇഷ്ടമല്ല, നാട്ടുകാരുടെ ഇഷ്ടമല്ല, എന്റെ ദൈവത്തിന്റെ ഇഷ്ടം അറിയാൻ എനിക്ക് അനുഗ്രഹം തരണമേ കർത്താവേ. ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹിതം പോലെ നടത്തരുതേ, തിരുഹിതം പോലെ നയിക്കണമേ. സമർപ്പിക്കുന്നു കർത്താവേ. എന്റെ ഹിതം പോലെ നടത്തരുതേ, തിരുഹിതം പോലെ നയിക്കണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. കർത്താവെ, തന്നിഷ്ട പ്രകൃതിയിലേക്ക് അവിടുത്തെ ആത്മാവ് വ്യാപരിക്കട്ടെ. സ്വന്തം ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കാൾ വലുതായി കാണുന്ന എല്ലാ ഹൃദയങ്ങളിലേക്കും എൻ്റെ ആത്മാവ് വ്യാപരിക്കട്ടെ കർത്താവെ. ലോകപ്രകാരമുള്ള ജീവിതം വഴി നശിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും അങ്ങനെ ആത്മാവ് വ്യാപരിക്കട്ടെ. തന്നിഷ്ടപ്രകാരം ജീവിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ആത്മാക്കളുടെ മേലും അങ്ങനെ അഭിഷേകം പ്രവഹിച്ചുകൊണ്ടിരിക്കട്ടെ കർത്താവെ. സ്വന്തം ഇഷ്ടത്തെക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് അന്വേഷിക്കാനുള്ള ഹൃദയത്തുറവി ഇപ്പോൾ അങ്ങനെ മക്കൾക്ക് ലഭിക്കട്ടെ കർത്താവെ. ഹാലലൂയ, 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 ഹാലലൂയ. തന്നിഷ്ടത്തിൻ്റെ ആത്മാവിനെ ശാസിച്ച് ബന്ധിക്കുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ഇഷ്ടത്തേക്കാൾ മറ്റൊന്നും പരിഗണിക്കാതെ മനുഷ്യൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ മക്കളെ ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ അന്ധകാരത്തിൻ്റെ ശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് ബഹിഷ്കരിക്കുന്നു. വിട്ടുമാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ, ഹാലലൂയ. യേശുവെ ആരാധന, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മരണത്തെ ജയിച്ചെഴുന്നേറ്റ രക്ഷിതാവായ യേശു കർത്താവ് ദിവ്യകാരുണ്യ രൂപനായി ഇതാ നമ്മുടെ ഇടയിൽ. രണ്ട് കരങ്ങളും യേശു കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഓരോ മകനും മകളും ഇപ്പോൾ ഹൃദയം നുറുങ്ങി യേശുവിനെ വിളിക്കട്ടെ. അവിടുത്തെ ഉന്നത നാമം വിളിക്കുന്ന എല്ലാവരുടെ മേലും അവിടുത്തെ സമ്പത്ത് വർഷിക്കുന്നു. ഹാലലൂയ്യ, ഹാലലൂയ്യ, ഹാലലൂയ്യ. രോഗികൾ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കട്ടെ. തളർന്നവരുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഹാലലൂയ്യ. മക്കളില്ലാത്ത കുടുംബങ്ങൾ ദൈവികമായ അത്ഭുതത്തിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. ഹാലലൂയ്യ, ഹാലലൂയ്യ. ഓ വിധവകളെയും ബാലന്മാരെയും കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഹാലലൂയ്യ, ഹാലലൂയ്യ. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത വണ്ണം കാലുകൾ തളർന്നു പോയവരിലേക്ക് ദൈവശക്തി വ്യാപരിക്കുന്നു. ഹാലലൂയ്യ, ഹാലലൂയ്യ. ചികിത്സ ചെയ്ത് മടുത്ത് മരണം മാത്രമേ മുന്നിൽ നിന്ന് നിരാശപ്പെട്ടിരിക്കുന്ന നിരവധി വ്യക്തികളുടെ മേൽ കർത്താവിൻ്റെ അത്ഭുത ശക്തി പ്രവഹിക്കുന്നു. നിരാശയുടെ പീഡകൾ വിട്ടുപോകുന്നു. വിടുതലിൻ്റെ അഭിഷേകം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഹാലലൂയ്യ. എല്ലാവരും കർത്താവിൻ്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തട്ടെ. യേശുവിൻ്റെ ഉന്നത നാമത്തെ വിളിക്കട്ടെ. ഹാലലൂയ്യ, ഹാലലൂയ്യ, ഹാലലൂയ്യ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. എൻ്റെ പേര് ഗ്രേസി. അങ്ങനെ തന്നെ. ഞങ്ങൾ താമസിക്കുന്നത് പാലാരിവട്ടം നിയർ പാടിവട്ടം.
എനിക്ക് 4 കൊല്ലം മുമ്പ് എനിക്ക് വലിയൊരു അപകടം ഉണ്ടായി. അതിനുശേഷം എൻ്റെ വായയിലെ പല്ല് കംപ്ലീറ്റ് ഇളകി. ഡോക്ടറെ വന്ന് കണ്ടപ്പോൾ പല്ല് കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞ് വേറെ സെറ്റായിട്ട് വെക്കണമെന്ന് ഡോക്ടർ അഭിപ്രായം. ഒരു ആക്സിഡന്റിനെ തുടർന്ന് വായിലുള്ള മുഴുവൻ പല്ലുകളും ഇളകിപ്പോയി. ഡോക്ടറെ കൊണ്ട് കാണിച്ച് പറഞ്ഞ് കംപ്ലീറ്റ് പല്ലുകൾ മാറ്റിയിട്ട് പുതിയ വെപ്പ് പല്ല് വെക്കണം എന്ന് പറഞ്ഞു. ഞായറാഴ്ച അഭിഷേകാഗ്നി കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഈശോയെ, നിന്റെ ശക്തി കർത്താവെ എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്, ഈ നിമിഷം എന്നിൽ പ്രവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവെ എന്നിൽ ഐക്യപ്പെട്ടുകൊണ്ട് കർത്താവെ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച നിമിഷം മുതൽ എൻ്റെ മൂക്കിൻ്റെ താഴേന്ന് എനിക്ക് ഭയങ്കര തണുപ്പ് അനുഭവപ്പെട്ടു. ഈ മൂക്കിൻ്റെ താഴ്ഭാഗത്താ, ഈ മോണ ഭാഗത്ത്, ഈ മൂക്കിൻ്റെ താഴ്ഭാഗത്ത് മോണയിൽ കംപ്ലീറ്റ് ഒരു തണുപ്പ് ആ സമയത്താണ്. അതായത് അഭിഷേകാഗ്നി പ്രോഗ്രാം നിരവധി വ്യക്തികൾക്ക് സൗഖ്യം ലഭിക്കുന്നതിനെ കുറിച്ചുള്ള അറിയിപ്പുകൾ അതിനകത്തുണ്ടായിരുന്നു. അതെല്ലാം കണ്ടപ്പോൾ ഈ സഹോദരിക്ക് വിശ്വാസം ജനിച്ച് ഇപ്പോൾ പ്രാർത്ഥിച്ച് എനിക്കും സൗഖ്യം കിട്ടുന്നൊരു തോന്നൽ ഉള്ളിലുണ്ടായി. അത് പരിശുദ്ധാത്മാവ് നൽകിയ തോന്നലായിരുന്നു. ആ തോന്നലനുസരിച്ച് പരിശുദ്ധാത്മാവിനനുസരിച്ച് ഗ്രേസി ജോർജ് എന്ന സഹോദരി അങ്ങോട്ട് എൻ്റെ യേശു എന്നെ സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞ ഒറ്റ കരച്ചിൽ. അത് ഭാഗ്യമുള്ള കരച്ചിലായിരുന്നു. ആ സമയത്ത് ഓൺ ദ സ്പോട്ടിൽ ആ സമയത്ത് തന്നെ ഈ മൂക്കിന് താഴെ മോണയിലൊക്കെ ഭയങ്കരമായൊരു തണുപ്പ്. എല്ലാ പല്ലും അവിടുന്ന് ഉറച്ചു. അതിനുശേഷം ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും കടുപ്പ് മുളക് എന്തെങ്കിലും ഒന്ന് കടിക്കാൻ തായോ എന്ന് പറഞ്ഞ്. ഞാൻ കടുപ്പുള്ളത് കടിച്ചപ്പോൾ എൻ്റെ പല്ലിന് വേദനയോ ചോരയോ ഒന്നും വന്നില്ല. അതിനുശേഷം എൻ്റെ പല്ല് പരിപൂർണമായി സൗഖ്യപ്പെട്ടു. ഇപ്പൊ ഇത് വെപ്പുപാലാണോ ശരിക്കും ഒറിജിനൽ പല്ലാണോ ഇത്? ഇത് വെപ്പുപാലാണോ ഒറിജിനൽ? അന്നത്തെ പല്ല് തന്നെയാണോ ഇത്? പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരി, ആ പല്ല് തന്നെ ഇപ്പോഴും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഏത് കടുപ്പുകൾ കടിച്ചാലും ഒരു കുഴപ്പമില്ല. കർത്താവ് ആ പല്ലുകളെ മോണയിൽ ഉറപ്പിച്ചു കൊടുത്ത ആ സമയത്ത് അതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി അപ്പം തന്നെ കടുപ്പുള്ള സാധനം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് കടിച്ചു നോക്കി, ഒരു കുഴപ്പമില്ല. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കരങ്ങൾ ഉയർത്തിയെടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്താം. സന്തോഷിച്ച് ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. വിശ്വാസത്തോടെ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു.